Once again, welcome to Better Life Fitness Talks. എന്താണ് ഡെഡ് ലിഫ്റ്റ്? ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വർക്കൗട്ടാണ്. അതായത് പവർ മൂവ്മെന്റിൽ പെടുന്ന ഒരു വർക്കൗട്ടാണ്. പ്രോപ്പർ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് സ്ട്രെങ്തനിങ്, അതുപോലെ നമ്മുടെ ഹാംസ്ട്രിങ്, ഗ്ലൂട്ട് മസിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വളരെ നല്ല വർക്കൗട്ട്സ് ആണ്. ഇപ്പൊ നമ്മുടെ ഗ്ലൂട്ട് മസിൽസ്, ചില വർക്കൗട്ട്സിലൊക്കെ ചില ആളുകൾ വീഡിയോസ് കാണിക്കാറുണ്ട്, ഗ്ലൂട്ട് മസിൽസ് ഡെവലപ്പ് ചെയ്യാൻ സ്ക്വാട്സ് ഒക്കെ ചെയ്യാറുണ്ട്. സ്ക്വാട്സിനേക്കാൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള വർക്കൗട്ടാണ് ഗ്ലൂട്ട് മസിൽസ് ഡെവലപ്പ് ചെയ്യാനും ഹാംസ്ട്രിങ് ഡെവലപ്പ് ചെയ്യാനൊക്കെ സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റ്. അപ്പോൾ ഡെഡ് ലിഫ്റ്റ് എത്ര തരം ഡെഡ് ലിഫ്റ്റ് ഉണ്ടെന്നുള്ളത് പറയാം. നമുക്ക് വെറൈറ്റീസ് ഓഫ് ഡെഡ് ലിഫ്റ്റ്, അതായത് പല പല വേരിയേഷൻസ് ഉണ്ടാവും. വേരിയേഷൻസ് ഒന്നിൽ നിന്ന് മാറി വ്യത്യസ്തമായി ചെയ്യുന്നതിനൊക്കെ വേരിയേഷൻ എന്ന് പറയും. എന്നാൽ ബേസിക്കലി രണ്ട് തരം ഡെഡ് ലിഫ്റ്റ് നമുക്ക് ഉള്ളൂ. ഒന്ന് റെഗുലർ ഡെഡ് ലിഫ്റ്റും ഒന്ന് സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റും. റെഗുലർ ഡെഡ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കിന് ചെയ്യുന്ന, അതായത് മുട്ട് മടക്കിക്കൊണ്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ റെഗുലർ ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റ്, ആ പേരിൽ തന്നെ ഉണ്ട്, നമ്മൾ സ്റ്റിഫാക്കി പിടിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ രണ്ടിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞത് വർക്കിംഗ് മസിൽസിന്റെ വ്യത്യാസമാണ്. അതായത് റെഗുലർ ഡെഡ് ലിഫ്റ്റില് വർക്ക് ചെയ്യുന്ന മസിൽ എന്ന് പറഞ്ഞത് നമ്മുടെ ബാക്കിലെ മസിൽസ് ആണ്. എറക്ടർ സ്പൈൻ എന്ന് പറഞ്ഞ ബാക്കിലെ മസിൽസിനെ സ്ട്രെങ്ത് ചെയ്യാൻ ഈ റെഗുലർ ഡെഡ് ലിഫ്റ്റ് സഹായിക്കും. മറ്റൊന്ന് സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റ്. നീ സ്റ്റിഫ് ആക്കുന്നതനുസരിച്ചിട്ട് നമ്മുടെ ബാക്കിന്റെ മസിൽസിന് ഇൻവോൾവ്മെന്റ് കുറയുകയും ഹാംസ്ട്രിങ്ങും ഗ്ലൂട്ടും, അതായത് നമ്മുടെ ലെഗിന്റെ ബാക്കിലെ മസിൽസ് കൂടുതലായി ഫോക്കസ് ചെയ്യും, ഗ്ലൂട്ട് മസിൽസ് കൂടുതൽ ഫോക്കസ് ചെയ്യും, അത് സ്ട്രെങ്ത് ആവുകയും ചെയ്യുന്നതാണ് സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റ്. ഇനി ഈ വർക്കൗട്ടുകൾക്ക് ഈ പേര് എങ്ങനെയാ വന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇതിന്റെ പേര് ശ്രദ്ധിച്ചു നോക്കിയേ, ഡെഡ് ലിഫ്റ്റ്. ഇതിന് പേര് എങ്ങനെ വന്നതെന്ന് പറയുന്നതിൽ ആദ്യത്തേത് പറയുന്നത്, നമ്മുടെ താഴെ ഡെഡായിട്ട്, അതായത് നിശ്ചലമായ ഒരു വസ്തുവിനെ, ഭാരമുള്ള വസ്തുവിനെ നമ്മൾ പൊക്കുന്നതിനെയാണ് ഡെഡ് ലിഫ്റ്റ് എന്ന് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ പേര് അങ്ങനെ വന്നത് എന്നും പറയുന്നുണ്ട്. ഇനി കുറച്ചുകൂടി ബാക്കോട്ട് പോയാൽ, അതായത് ഇതിന്റെ ഉത്ഭവം എവിടെ നിന്നാന്ന് നോക്കിക്കഴിഞ്ഞാല് ഒരു മിത്താണ്, എത്രമാത്രം ഇതിന് ആധികാരികത ഉണ്ടെന്ന് അറിയില്ല. അതായത് റോമൻ സാമ്രാജ്യം, റോമിൽ നിന്നാണ് ഈ ഡെഡ് ലിഫ്റ്റ് വന്നതെന്നാണ് പറയുന്നത്. അപ്പൊ റോമൻ സാമ്രാജ്യത്തില് യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് യുദ്ധത്തില് മരിച്ചു വീഴുന്നതും അതുപോലെ